കാരണം പല ഡയറക്ടേഴ്സും ചില സ്റ്റോറീസ് എഴുതി ചില ആർട്ടിസ്റ്റിൻ്റെ പുറകെ വർഷങ്ങളോളം 2-3 വർഷം നടന്ന് ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടാതെ ആ സ്ക്രിപ്റ്റ് എങ്ങും ആവാതെ ഡ്രോപ്പ് ഡൗൺ ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. എന്താണ് റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ്? റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ഇറങ്ങുന്ന ദിവസം ആള് തിയേറ്ററിൽ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ആമസോൺ പ്രൈമിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ കിടക്കുന്ന പടങ്ങൾ നിങ്ങൾ പോയി കമ്പാരിസൺ ചെയ്യുന്ന പടങ്ങൾ എക്സ്ട്രീം പടങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആർട്ടിസ്റ്റ് റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് റെസ്ട്രിക്ഷനെ കുറിച്ചാണ് ചെയ്തത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പം നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആവുക, ഓപ്ഷൻസ് തേടുക, വർക്കൗട്ട് ആയില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിനകത്തുള്ള റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസിനെ കുറിച്ചാണ് ഞാനിന്ന് കവർ ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സിനും സ്ക്രിപ്റ്റ് എഴുതുന്നവർക്കും ഡയറക്ടേഴ്സിനും വേണ്ടി പറയുന്നതാണ്. കാരണം പല ഡയറക്ടേഴ്സും ചില സ്റ്റോറീസ് എഴുതി ചില ആർട്ടിസ്റ്റിൻ്റെ പുറകെ വർഷങ്ങളോളം 2-3 വർഷം നടന്ന് ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടാതെ ആ സ്ക്രിപ്റ്റ് എങ്ങും ആവാതെ ഡ്രോപ്പ് ഡൗൺ ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഈ റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ് എടുക്കരുത്, കെയർഫുൾ ആവണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എന്താണ് റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ്? റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. ഒന്ന്, ഇപ്പം നമ്മൾ മഞ്ജു വാര്യറിനെ വെച്ചിട്ടൊരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തു, സ്ക്രിപ്റ്റ് എഴുതി മഞ്ജുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ മഞ്ജു വാര്യറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പിച്ച് ചെയ്യുന്നു. സ്റ്റോറി പിച്ച് ചെയ്ത് കഴിയുമ്പോൾ മഞ്ജു വാര്യർ പറയും, ഈ സ്റ്റോറി എനിക്ക് ചെയ്യാൻ പറ്റില്ല ഫോർ വേരിയസ് റീസൺസ്. ആർട്ടിസ്റ്റിൻ്റെ ഡിസിഷൻ ആണല്ലോ, വേരിയസ് റീസൺസ് മഞ്ജുവിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. സോ ദ സെക്കൻഡ് ഓപ്ഷൻ, ആരാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കും. പ്രൊഡ്യൂസേഴ്സ് നോക്കും, ഡയറക്ടേഴ്സ് നോക്കും. അപ്പോൾ ആ സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പം ആ സ്റ്റോറി ചെയ്യാൻ ശരിക്കും വേറെ ആൾ ഇല്ല എന്ന് മനസ്സിലാവും. കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ സർട്ടൻ സ്റ്റോറീസ് ചെയ്യാൻ നമ്മുടെയൊക്കെ മനസ്സിൽ മഞ്ജു വാര്യരേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പർപ്പസ്. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ആ മൂവി ബിസിനസ് നടക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വേറെ ആര് ചെയ്താലും വർക്കൗട്ട് ആവില്ല എന്നുള്ള ഒരു ഇതാണ്. പിന്നെ വർക്കൗട്ട് ആവുന്ന ആൾക്കാരുണ്ട്, പക്ഷെങ്കിൽ ബിസിനസ് നടക്കുമോ എന്നറിയത്തില്ല. കാരണം അഭിനയിക്കാൻ അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ബിസിനസ് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാറ്റലൈറ്റ് OTT സെയിൽസ് ഒക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരു റെസ്ട്രിക്റ്റീവ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺ ആണ്. അതായത് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പം മഞ്ജു നോ പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു പാർവതി തിരുവോത്ത്, നവ്യ നായർ, മീര ജാസ്മിൻ, ഇതൊക്കെയുണ്ട്. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ എക്സ്ട്രീം കെയർഫുൾ ആവുക, അഡാമൻ്റ് ആവാതിരിക്കുക. അതായത് നിങ്ങൾ തുടക്കത്തിൽ ചെന്നൊരു സബ്ജക്റ്റ്, ഇപ്പോൾ മഞ്ജു വാര്യർ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ആ പുള്ളിക്കാരിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തിരുത്തി എഴുതി പുറകെ നടന്ന് 2-3 വർഷം കളയാതിരിക്കുക. കാരണം വേറെ ആ സബ്ജക്റ്റ് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയുന്ന കാര്യം, നിങ്ങൾ പ്രത്യേകിച്ചും ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസേഴ്സ് ഈ മോഹിച്ച് പടം എടുക്കാൻ വേണ്ടി വരും. മഞ്ജുവിൻ്റെ പുറകെ നടന്നു, സ്ക്രിപ്റ്റും കൊണ്ട് മഞ്ജുവിൻ്റെ പുറകെ നടക്കുന്നു, മഞ്ജു നോ പറയുന്നു, വാട്ട് എവർ റീസൺ ഇറ്റ് ഈസ്. അത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആർ വെരി ഡെസ്പറേറ്റ്. അവർ പറയും, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നാരെ വെച്ച് ചെയ്യാം, ഈ പടം നമുക്ക് ഓണാക്കാം. അപ്പം നിങ്ങൾ ഡെസ്പറേഷൻ മോഡിൽ എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തോന്നും, യു ഗീവ് യുവർ സെൽഫ് ആൻ അക്സെപ്റ്റൻസ് സെയിങ് ദാറ്റ് ഓക്കെ, ഇന്നാര് വന്നു കഴിഞ്ഞാൽ ഈ സാധനം വർക്കൗട്ട് ആവും, ബിസിനസ് ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാം. അപ്പം വേറൊരു വശത്തൂടെ പ്രൊഡക്ഷൻ കൺട്രോൾ നിങ്ങളുടെ അടുത്ത് പറയും, മഞ്ജുവിന് ഇത്ര രൂപ കൊടുത്താൽ മതി, പക്ഷേ ഈ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് 10 പൈസയ്ക്ക് ഇത് ചെയ്യാം, ഈ പടം ചെയ്യാം, ആർട്ടിസ്റ്റ് കോസ്റ്റ് 10 വരുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പം ശരിയാണ്, നിങ്ങൾ 5 കോടിക്ക് പടം എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പം 4 കോടി രൂപ ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ പറയുന്നത്, 1 കോടി രൂപ ലാഭമായി, നമുക്ക് ഈ പടം വർക്കൗട്ട് ആവും. പക്ഷേ ഇത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ ഈ പടം എല്ലാം കഴിഞ്ഞ് ഇത് ബിസിനസ് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മനസ്സിലാവും, ഈ 1 കോടി രൂപ കൊടുക്കുന്നതും ഈ മറ്റേ ആർട്ടിസ്റ്റിന് 10 ലക്ഷം രൂപയും കൊടുക്കുന്ന തമ്മിൽ ഭയങ്കര അന്തരമാണെന്നുള്ളതും ബിസിനസ് നടക്കത്തില്ല എന്നും ഇനിഷ്യൽ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നും.
അത് തിയേറ്ററിലേക്ക് ഇനിഷ്യൽ കളക്ഷൻസ് വരണ്ടേ. ഇനിഷ്യലി പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് ഇറങ്ങുന്ന ദിവസം ആൾ തിയേറ്ററിൽ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം പടം ഹോൾഡ് ഓവർ ആവും, ഷോ ഔട്ട് ആവും. അതായത് തിയേറ്ററുകാർ തന്നെ ഷോസ് റിമൂവ് ചെയ്യും. ഇതാണ് അങ്ങനത്തെയുള്ള റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റിൻ്റെ ചലഞ്ച്. നെക്സ്റ്റ് റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് LGBTQ അറിയാമല്ലോ, ട്രാൻസ്, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്, ആ ഒരു ഇതിൽ പ്രകാരമുള്ള സർട്ടൺ സബ്ജക്റ്റുകൾ. അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് എനിക്കറിയാം. അത് അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിൽ വർക്കൗട്ട് ആയില്ല. OTT സാറ്റലൈറ്റ് സംസാരിക്കാൻ പോയപ്പം നമ്മുടെ നാട്ടിലുള്ള, അതായത് കേരളത്തിലുള്ള ട്രഡീഷണൽ ആരും ആ പടം എടുക്കാൻ തയ്യാറായതുമില്ല. കാരണം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂവർഷിപ്പ് കുറവാണ്. ഇതേ സിറ്റുവേഷൻ വരുന്ന മറ്റു പല നടന്മാരുടെ പടങ്ങളും ഇതുപോലെ 2 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. വ്യൂവർഷിപ്പ് കുറവ്, തിയേറ്ററിലും ഓടിയില്ല. OTT സാറ്റലൈറ്റ് ബിസിനസ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ വ്യൂവർഷിപ്പ് കുറഞ്ഞു. പിന്നെ പല പടങ്ങളും കൊണ്ട് ആമസോണിൽ ഷെയർ ഇടുക ചെയ്യുന്നു. ഈ ഷെയർ ഇടുക എന്ന് പറയുന്നത് അവിടെയും കാണാൻ ആളില്ല. കാരണം ഫാമിലി ആയിട്ട് ഇത് കാണത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. കാരണം മലയാളം പടം ആയതും കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പം മലയാളി ഡയറക്ടേഴ്സ് ഒന്നും എക്സ്ട്രീം കാണിക്കത്തില്ല. ഇപ്പോൾ ആമസോൺ പ്രൈമിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ കിടക്കുന്ന പടങ്ങൾ നിങ്ങൾ പോയി കമ്പാരിസൺ ചെയ്യുന്ന പടങ്ങൾ എക്സ്ട്രീം പടങ്ങളാണ്. നമ്മളൊരു മിതത്വം പാലിച്ചാണ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്നത്. കാതൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ ഓടി, പക്ഷെ അത് വലിയൊരു ഓട്ടമൊന്നും ആയിരുന്നില്ല. അതിൻ്റെ ഒരു മമ്മൂക്കയുടെ റെമ്യൂണറേഷൻ കൂട്ടാതെ അതൊരു മിനിമം ഓട്ടം ഓടി. അതിന് വലിയ ഫാമിലി കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. കോസ്റ്റ് വളരെ കുറച്ചെടുത്ത പടമായതുകൊണ്ട് അത് പോയി. പിന്നെ അതും ഈ പറയുന്ന പോലെ ഇവിടുത്തെ സാറ്റലൈറ്റ് OTTക്കാരൊന്നും തയ്യാറായില്ല അതെടുക്കാൻ വേണ്ടി. അത് ഐ ബിലീവ് ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സിലോ മറ്റോ ആണ് ആ പടം റിലീസ് ചെയ്തത്. അതിനും അഭിപ്രായം വന്നു, ബട്ട് ദ വ്യൂവർഷിപ്പ് ഇസ് വെരി ലെസ്. സോ അങ്ങനത്തെ സബ്ജക്റ്റ് ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആർട്ടിസ്റ്റ് റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് റെസ്ട്രിക്ഷനെ കുറിച്ചാണ്. ആ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് എടുക്കുമ്പോഴും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എക്സ്ട്രീംലി കെയർഫുൾ ആവുക. വലിയ ആർട്ടിസ്റ്റാണ് അഭിനയിക്കുന്നതെങ്കിൽ പ്രോബബ്ലി യു ക്യാൻ ഡു ബിസിനസ്. അതായത് നിങ്ങളൊരു 3-4 ഇപ്പം മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടി, മമ്മൂട്ടി കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മമ്മൂട്ടി കമ്പനിക്ക് മമ്മൂക്കയുടെ മറ്റേ റെമ്യൂണറേഷൻ കൊടുക്കണ്ട, പ്രൊഡക്ഷൻ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ആ സാധനം ഒരു 4 CR ചെയ്താൽ ഡെഫിനറ്റ്ലായിട്ട് 5 CR തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടും ഈസി ആയിട്ട്, വിതൗട്ട് ഇവൻ പേസ്റ്റിംഗ് എ പോസ്റ്റർ. അങ്ങനെ. പക്ഷേ ഇതേ സാധനം, ഇതേ കാതൽ നിങ്ങൾ വേറൊരു ആർട്ടിസ്റ്റ്, അത് Tier 2 അല്ലെങ്കിൽ Tier 3 ആർട്ടിസ്റ്റിനെ വെച്ചൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു കാരണവശാലും പടം തിയേറ്ററിൽ ഓടത്തില്ല. അതാണ് ആ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുമ്പം നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആവുക, ഓപ്ഷൻസ് തേടുക, വർക്കൗട്ട് ആയില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റിന് പോകരുത്. അതായത് ഈ ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത് വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ പോകാൻ പാടില്ല. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പ്രത്യേകം വർഷങ്ങൾ ഇതിൻ്റെ പുറകെ നിങ്ങൾ കളയാൻ പാടില്ല. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡയറക്ടറിനെ ഞാൻ ഉപദേശിക്കുകയോട് ചെയ്താണ്, 2 വർഷം ഒരു ആർട്ടിസ്റ്റിൻ്റെ പുറകെയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ പടം ചെയ്യാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഞാൻ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന സീനൊന്ന് തിരുത്തണം, ഇന്ന ഡയലോഗ് തിരുത്തണം. എന്നിട്ട് അപ്പം ഈ എല്ലാ പ്രാവശ്യവും ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഈ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ആർട്ടിസ്റ്റിനെ കാണും, ആർട്ടിസ്റ്റ് പറയും എനിക്ക് ആ ഡയലോഗ് വർക്കൗട്ട് ആയില്ല, അപ്പോൾ ഡയലോഗ് മാറ്റി എഴുതും. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും കാണും, അന്നേരം പറയുമില്ല എനിക്ക് ആ സീൻ വർക്കൗട്ട് ആയില്ല, അനിയത്തിയുണ്ട്, അനിയത്തി വേണ്ട, നമുക്ക് അനിയനാക്കാം എന്ന് പറയും. ഇങ്ങനെ 2 വർഷം പോയി കഴിഞ്ഞപ്പം അതിനുശേഷമാണ് തോന്നുന്നു എന്നെ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ സബ്ജക്റ്റ്? അല്ല, അത് നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് പറഞ്ഞു ഇനി നെക്സ്റ്റ് സിറ്റിംഗ് ചെയ്യാം, വിദേശത്ത് ദുബായ് പോയിട്ട് തിരിച്ചു വന്നിട്ട് സിറ്റിംഗ് ചെയ്യാം. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഡയറക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ആ ആർട്ടിസ്റ്റിൻ്റെ ഇതിന് മുമ്പുള്ള പടം എടുത്ത ഡയറക്ടർ തന്നെയാണ്. പക്ഷെ ആർട്ടിസ്റ്റിന് അതിന് മുമ്പുള്ള പടം എടുത്ത ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ നോ പറയാൻ മടി. അതായത് ആ ഡയറക്ടറിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് എനിക്ക് വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് നോ പറയാൻ മടി ആയതുകൊണ്ട് ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് തള്ളി നീക്കി 2 വർഷം അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ സംസാരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന് മനസ്സിലായത് അതായത് റിയാലിറ്റിയിലേക്ക് ആ ഡയറക്ടർ വന്നിട്ട് പുള്ളി പോയിട്ട് ആ സ്ക്രിപ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പുള്ളി പോയി വേറെ പടം എടുത്തു.
വേറെ പടം എടുത്ത് ആ പടം ഓടുകയും ചെയ്തു. സേഫ് ബെറ്റ് അടിച്ച പടമാണ്, വലിയ വമ്പൻ ഹിറ്റൊന്നും അടിച്ചില്ലെങ്കിലും ഒരു സേഫ് ബെറ്റായിട്ട് അത് പോയി, സാറ്റലൈറ്റ് OTT പോയി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഡയറക്ടർ ഈ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് നടന്ന് പുള്ളിയുടെ 2 വർഷം വെറുതെ കളഞ്ഞു. സെക്കൻഡ് മൂവി ഇറങ്ങിയത് 4 ഇയേഴ്സിന് ശേഷമാണ്. ഫസ്റ്റ് മൂവി നല്ല അഭിപ്രായം കിട്ടിയ പടമായിരുന്നു, പക്ഷേ സെക്കൻഡ് മൂവി വന്നപ്പം 4 ഇയേഴ്സ് ടൈം എടുത്തു, ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് ലൊക്കേഷൻ. അതായത് മിലിറ്ററി ബേസിനകത്ത് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷൻ, സ്പെസിഫിക് ഏരിയ പറഞ്ഞിട്ട് ഇന്ന ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യണം, ഇന്ന സീസണിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്ന റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ്. ഇങ്ങനെയുള്ള സബ്ജക്റ്റ് എടുക്കുമ്പോഴും സെയിം ഇഷ്യൂസ് ആണ്. കാരണം നിങ്ങൾക്ക് ബോളിവുഡ് പോലല്ല മലയാളം. നിങ്ങൾക്ക് ക്ലിയറൻസ്, അതായത് മിലിറ്ററി സൈറ്റിൽ ഒരു മിലിറ്ററി സബ്ജക്റ്റ് കയറി ഷൂട്ട് ചെയ്യാൻ പോകുമ്പം മിലിറ്ററി ക്ലിയറൻസുകൾ ടൈമിൽ കിട്ടണമെന്നില്ല. അതിന് പല കാരണങ്ങൾ വരും. നിങ്ങൾക്ക് മിലിറ്ററി ക്ലിയറൻസ് കിട്ടിയെന്ന് വിചാരിക്കുക, അന്നേരമായിരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ അതിർത്തിയുടെ അടുത്താണ്, ചൈനയുമായിട്ടൊരു ഇഷ്യൂ വന്നു. ഇഷ്യൂ വരുമ്പോൾ ഒബ്വിയസ്ലി ഷൂട്ടിങ് ഇത് ക്യാൻസൽ ആവും. അപ്പം അങ്ങനെയുള്ള ഇത് എടുക്കുമ്പം പ്രൊഡ്യൂസേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രാഗ് ഓൺ ആവും. ഈ ഡ്രാഗ് ഓൺ ആയ പ്രൊഡ്യൂസേഴ്സിന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുത്തു കാണും, ഡയറക്ടോറിയൽ ടീംസിന് അഡ്വാൻസ് കൊടുത്തു, ടെക്നിക്കൽ ടീമിന് അഡ്വാൻസ് കൊടുത്തു, പ്രീ പ്രൊഡക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തു, അത് ഡ്രാഗ് ഓൺ ചെയ്യുന്നു. ഈ പ്രീ പ്രൊഡക്ഷൻ ഞാൻ നേരത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് അധികം സമയമോ കാശോ പോകാതെ ചെയ്യേണ്ട സാധനമാണ് പ്രീ പ്രൊഡക്ഷൻ. ഈ പ്രീ പ്രൊഡക്ഷൻ ഡ്രാഗ് ചെയ്യുമ്പം ഈ ഡയറക്ടോറിയൽ ടീമിൻ്റെ ഡ്രൈവ് കുറയും. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് കൗണ്ട് ഡൗൺ ഡേയ്സിലാണ് ആൾക്കാർ ജോയിൻ ചെയ്യേണ്ടത് ഒരു പ്രൊജക്റ്റിലേക്ക്. എല്ലാവരും ഒരു സമയത്തല്ല പ്രൊജക്റ്റ് ജോയിൻ ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ചെയ്തു തരാം. പ്രീ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡോട് ഞാൻ ചെയ്തു തരാം. അതായത് കൗണ്ട് ഡൗൺ ഡേയ്സ് ആണ്. ആ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ ജോയിൻ ചെയ്യുന്ന അതേ ടൈമിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നു ആ ഒരു പ്രൊജക്റ്റിലേക്ക്, പ്രീ പ്രൊഡക്ഷനിലേക്ക്. അപ്പം അങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് ലൊക്കേഷൻസ് വെച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുമ്പം ഇതിനു മുമ്പ് അങ്ങനെ ഒരു പടം ചെയ്ത പ്രൊഡ്യൂസറിന് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറിനെയൊക്കെ പോയി കണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ചലഞ്ചസ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ സബ്ജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി. വെറുതെ 2-3 വർഷമൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ പീരീഡ്, ഡയറക്ടേഴ്സിനടുത്ത് ഞാൻ പറയുക, പ്രത്യേകിച്ചും ആദ്യത്തെ മൂവി ഹിറ്റ് അടിച്ച ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, ഫസ്റ്റ് മൂവി ഡെബ്യൂ ചെയ്ത് നിങ്ങൾ ഹിറ്റ് അടിച്ചതിന് ശേഷം ഈ 2-3 വർഷം ഇനി റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റുമായിട്ടൊക്കെ നിങ്ങൾ നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ആ ഫസ്റ്റ് പടത്തിൻ്റെ ഗുഡ്വില്ലുണ്ട്, ആ ഗുഡ്വില്ല് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗുഡ്വില്ലല്ല നഷ്ടപ്പെടുന്നത് ഓർമ്മയാണ്. അതായത് ഹിറ്റടിച്ചു, ഇപ്പം ഉദാഹരണം പറഞ്ഞ ജാനേമൻ ചിദംബരം ചെയ്തു, അതിനുശേഷം മഞ്ഞുമൽ ബോയ്സ് ചെയ്തു, വലിയ ഗ്യാപ്പ് വന്നിട്ടില്ല. ജാനേമൻ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇരിപ്പുണ്ട്. പക്ഷെ നിങ്ങളൊരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് മഞ്ഞുമൽ ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ജാനേമൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവണമെന്നില്ല. അപ്പം അങ്ങനെ ഫസ്റ്റ് പടം ഡെബ്യൂ നിങ്ങൾക്ക് ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ഷോർട്ടായിട്ടുള്ള സാധനം, നെക്സ്റ്റ് സാധനം നിങ്ങൾ ഇറക്കണം. അങ്ങനെ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട്, അതായത് ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കാരുടെ ഇടയിൽ വരും, ജനങ്ങളുടെ ഇടയിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. ഈ എക്സൈറ്റ്മെൻറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഗിരീഷ് ഏടി. നിങ്ങൾ നോക്കുക, റെഗുലർ ഇൻ്റർവെൽസിൻ്റെ പുള്ളിക്കാരൻ പടം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പടം കൂടെ ഇനി ഇറങ്ങാനുണ്ട്, അത് പ്രേമലുവിന് മുമ്പ് ഷൂട്ട് ചെയ്ത പടമാണ്. നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. അത് വരുന്നുണ്ട്. ഐ തിങ്ക് ദേ ആർ ഗിയറിങ് അപ്പ് ഫോർ റിലീസ്. സോ ഗിരീഷ് ഏടി ചെയ്ത സ്ട്രാറ്റജി, തണ്ണീർമത്തം ഇറങ്ങി, അതിൻ്റെ ഗുഡ്വില്ല് സൂപ്പർ ശരണി ഇറങ്ങി, അതിൻ്റെ വേലയെ പിടിച്ച് പ്രേമലു ഇറങ്ങി. സോ ഹി ഹാസ് ക്രിയേറ്റഡ് ആൻ എക്സ്പെക്ടേഷൻ അബൌട്ട് ഹിംസെൽഫ് അമോങ് ദ ക്രൗഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പം ഇതുപോലുള്ള ഈ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ ഡയറക്ടേഴ്സ് കീനായിട്ട് നോക്കേണ്ടത് റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ് ആണോ, ഇപ്പം ഞാൻ ചെയ്യേണ്ട സബ്ജക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ആ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ആർട്ടിസ്റ്റിന് നമ്മൾ പൈസ കൊടുത്താൽ, അതായത് മെയിൻ ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കുമ്പോൾ തൊട്ടിട്ടാണ് ഒരു പ്രൊജക്റ്റ് ഓണാവുന്നത്. മെയിൻ ആർട്ടിസ്റ്റിന് പൈസ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഡയറക്ടറിനും പ്രൊഡക്ഷൻ കൺട്രോളിനും അസോസിയേറ്റിനും പൈസ കൊടുക്കാവൂ. കാരണം വാട്ട് ഇഫ് കണ്ടീഷൻ ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ. അതായത് ഡയറക്ടറിന് നിങ്ങൾ അഡ്വാൻസ് പേ ചെയ്തു, സ്ക്രിപ്റ്റ് റൈറ്ററിന് കൊടുത്തു, പ്രൊഡക്ഷൻ കൺട്രോളിന് കൊടുത്തു, പക്ഷേ മെയിൻ ആർട്ടിസ്റ്റ് നോ പറഞ്ഞു.
പിന്നെ നിങ്ങൾ ഡെസ്പറേറ്റ് ആവും എങ്ങനെങ്കിലും ഈ പ്രൊജക്റ്റ് ഓണാക്കാൻ വേണ്ടി. സേറാ ബാനുവിന് മുമ്പ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇൻഡസ്ട്രിയിലെ ഒരു ടിയർ 3 നടനാണ്. അന്ന് ടിയർ 3, ഇന്നും ടിയർ 3 തന്നെയാണ്. ടിയർ 2ലേക്ക് പുള്ളി കയറിയിട്ടില്ല. ഞങ്ങളൊരു 15 lakhs അഡ്വാൻസുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പം ഇതിനു മുമ്പ് ആ വ്യക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഡയറക്ടറിനെ വെച്ചിട്ട് ആരൊക്കെ പ്രൊജക്റ്റ് ചെയ്തു അവരെയൊക്കെ ഞാൻ പോയി കാണും. അപ്പോൾ ഇത് ഡെബ്യൂ ഡയറക്ടറാണ്. അന്നും ഫസ്റ്റ് പടം എടുക്കാൻ ഇറങ്ങിയപ്പോൾ സേറാ ബാനുവിന് മുമ്പുള്ള ഒരു കഥ ഞാൻ പറയുന്നത്. അപ്പോൾ ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, ഞാനൊരു ചാനലിൽ പോയി. അപ്പോൾ ആ ചാനലുകാരാണ് ആ സബ്ജക്റ്റ് എടുത്തത്. അപ്പോൾ ചാനലിൽ പോയി സംസാരിച്ചപ്പം ചാനലുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ നടന് യാതൊരു വാല്യൂ ഇല്ല. പുള്ളിയുടെ ആ മൂവി, അതായത് ഇതിനു മുമ്പ് ചെയ്ത മൂവി ഫ്ലോപ്പാണ്. ഒരു ഇൻഡസ്ട്രിയിൽ നോൺ ആയിട്ടുള്ള ഒരാളും ചെയ്താണ്. ആ ആളിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ആ ആളിനെ വിളിച്ചിട്ട് ഞാൻ പോയി കണ്ടു. പോയി കണ്ടപ്പം ആ ആൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു 30 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം ചോദിച്ചു നിങ്ങൾക്ക് ഈ പടം എന്തുകൊണ്ട് ഫ്ലോപ്പായി? കാരണം 30 years ഇറ്റ്സ് എ ബിഗ് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്റ്റോറിയും സ്ക്രിപ്റ്റും ഒക്കെ നല്ലതായിരുന്നു, പക്ഷേങ്കിൽ ആൾക്ക് വാല്യൂ ഇല്ലായിരുന്നു, സ്റ്റാർഡം ഇല്ലായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നിട്ട് എൻ്റെ സബ്ജക്റ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി, ഐ ആം ഓൾസോ ഇൻ ദ സെയിം സിറ്റുവേഷൻ. അതായത് അന്ന് 2.5 കോടി രൂപയ്ക്ക് ആ പടം എടുത്തിട്ട് ആ പ്രൊഡ്യൂസറിന് 2.5 കോടി രൂപയും ലോസായി. അത് വളരെ ചെറിയ പൈസയ്ക്കാണ് സാറ്റലൈറ്റ് അന്ന് കൊടുത്തത്. നടനും അഡ്വാൻസ് ഞാൻ എല്ലാ 15 lakhs അഡ്വാൻസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ പ്രൊജക്റ്റ് ക്യാൻസലാക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ സബ്ജക്റ്റ് വായിച്ചു നോക്കുമ്പോൾ പൃഥ്വിരാജിന് പറ്റുന്ന സാധനമാണ്. അങ്ങനെ രാജുവിനെ കോണ്ടാക്ട് ത്രൂ വിളിച്ച് സംസാരിച്ചു. ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പോയിട്ട് രാജുവിനെ കണ്ട് കഥ പറ. കാരണം അതുപോലത്തെ ഒരു വലിയ സബ്ജക്റ്റാണ്, അടിയൊക്കെ ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇല്ല, ഞാൻ ആ നടനെ വെച്ച് മാത്രമേ കഥ ചെയ്യത്തുള്ളൂ, ഡയറക്ടർ ആവുകയാണെങ്കിൽ ആ നടനെ വെച്ച് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ ആ വഴിക്ക് പോയി. എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസും എല്ലാം കൂടെ ഒരു 15 ലക്ഷം രൂപ പോയി. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ആ പ്രൊജക്റ്റ്, ആ ഡിസിഷൻ ഞാൻ എടുത്തു. ആ 15 ലക്ഷം രൂപ പോയത് പോട്ടെ എന്ന് വെച്ചു. കാരണം ആ പടത്തിൻ്റെ ബഡ്ജറ്റ് അന്നത്തെ സമയത്ത് അടിപ്പടമായതുകൊണ്ട് അന്നത്തെ സമയത്ത് അതിനൊരു 3.5 crore അതിനകത്ത് എക്സ്പെൻസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 15 ലക്ഷം രൂപ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനത് എഴുതി തള്ളുക. അപ്പോൾ ആ ഡയറക്ടർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പുള്ളി പൃഥ്വിരാജിനെ വെച്ച് പടം എടുക്കുന്നില്ല, പുള്ളി ഇവിടെ മറ്റേ ആ പർട്ടിക്കുലർ നടനെ വെച്ചെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിട്ടുപോയത്. അതിനുശേഷം എനിക്ക് സേറാ ബാനു വന്നു, സൺഡേ ഹോളിഡേ വന്നു, നമ്മൾ പടം എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ആ ഡയറക്ടറിൻ്റെ ഡെബ്യൂ പടം ഇറങ്ങിയിരുന്നു. അത് ഈ പറയുന്ന പോലെ വമ്പൻ ഫ്ലോപ്പായിരുന്നു. അത് 2016 ഞങ്ങൾ പൃഥ്വിരാജിനെ വെച്ചെടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, എല്ലാം ഓക്കെ. പുള്ളി പോയി കഥ പറഞ്ഞു ഓക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഷൂട്ട് നടത്തേനെ. പൃഥ്വിരാജിനെ വെച്ച് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി എക്സിറ്റ് ചെയ്ത് ആ നടനെ വെച്ച് വർക്ക് ചെയ്തുള്ളത് പറഞ്ഞു. പക്ഷെ ഡെബ്യൂ പടം വന്നപ്പോൾ ആ നടൻ്റെ പടമല്ല, വേറൊരു നടനെ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ പുള്ളി അന്ന് എന്തിനാണ് വാശി പിടിച്ചതെന്ന് എനിക്കിന്നും മനസ്സിലാകത്തില്ല. 7 വർഷത്തിന് കഴിഞ്ഞ് പുള്ളി ഡെബ്യൂ പടം ചെയ്തു. ഫസ്റ്റ് ദിവസം തന്നെ ആ പടം വീണു. ഒരു ഷോയ്ക്ക് പോലും എനിക്ക് തോന്നുന്നു ടോട്ടൽ കളക്ഷൻ ഏതോ 4-5 കോടി രൂപ മുടക്കിയ പടമാണ്. ടോട്ടൽ കേരള കളക്ഷൻ 6 ലക്ഷം രൂപ മറ്റുമായിരുന്നു, ഗ്രോസ് കളക്ഷൻ. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പാമ്പും കോവണിയും കളിയാണ് ഈ സിനിമ എന്ന് പറയുന്ന പല ആൾക്കാർക്ക്. ആ പാമ്പും കോവണിയും കളിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് കയറാതിരിക്കുക. ഈ ഡയറക്ടറിൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും കോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ഞാൻ പറയുന്നത്, ഈ പാമ്പും കോവണിയും കളി നിങ്ങൾ കളിക്കാതിരിക്കുക. ആ കളിയിൽ നിങ്ങൾ ഇൻവോൾവ് ആവാതിരിക്കുക. നിങ്ങളെ കളിക്കാൻ ആര് വിളിച്ചാലും ഇല്ല, ആ കളിക്ക് ഞാനില്ല എന്ന് പറയുക. കാരണം ഗോവണി കയറുന്നതിൻ്റെ തൊട്ട് അവിടെ 99 ചെല്ലുമ്പോൾ പാമ്പും ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ച് താഴേക്ക് വരും. ഈ കയറ്റവും ഇറക്കവും പാടില്ല. നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ. സോ ഇതാണ് റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അനുബന്ധമായിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചാണ്, ഇങ്ങനൊരു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. സോ ഐ ബിലീവ് ഐ ഹവ് കവേർഡ് ദ റെസ്ട്രിക്റ്റീവ് സബ്ജക്റ്റ്. ഇത് സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിന് അണ്ടറിൽ വരുന്നതാണ്. സ്റ്റോറി ടെല്ലേഴ്സും സ്റ്റോറി റൈറ്റേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ഇത് കേൾക്കുക, ഇത് പ്രാവർത്തികമാക്കുക. എസ്പെഷ്യലി if that is your first debut movie. Careful hour. Anyway guys, thank you very much. Thank you for the subscription. Thank you for all the likes and comments. എന്നാൽ കഴിയുന്ന ഞാൻ എന്ത് കമൻറ്റ് വന്നാലും എന്ത് മെയിൽ വന്നാലും ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.
ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്താലും ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുമെങ്കിൽ ഞാൻ അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എപ്പിസോഡായിട്ട് തന്നെ അങ്ങ് ചെയ്തു പോവുകയാണ്. അതൊരു ബൾക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 10 എപ്പിസോഡ്സ് ചേർന്ന് വരുമ്പോൾ അത് വരുന്ന എല്ലാം കൂടെ എടുത്തിട്ട് കീ ആയിട്ടുള്ള എലമെന്റ്സ് ഞാൻ ചെയ്ത് തീർക്കുക ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ്. നമുക്ക് ഡെഫിനറ്റ്ലി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.